ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇനിയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിലാണ്? 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും. ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിലാണ്? 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും. ഏതൊക്കെ രേഖാംശ രേഖകൾക്കിടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം? 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനുമിടയിൽ. ഏതൊക്കെ രേഖാംശ രേഖകൾക്കിടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം? 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനുമിടയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഡക്കാൻ പീഠഭൂമി. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? പീഠഭൂമികൾ. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? പീഠഭൂമികൾ. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങൾ. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങൾ. ഇന്ത്യയിൽ ഉഷ്ണകാലമായി അറിയപ്പെടുന്നത് ഏത്? മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയിൽ ഉഷ്ണകാലമായി അറിയപ്പെടുന്നത് ഏത്? മാർച്ച് മുതൽ മെയ് വരെ. പവിഴദ്വീപുകൾ നിറഞ്ഞ ഇന്ത്യൻ പ്രദേശം ഏത്? ലക്ഷദ്വീപ സമൂഹം. പവിഴദ്വീപുകൾ നിറഞ്ഞ ഇന്ത്യൻ പ്രദേശം ഏത്? ലക്ഷദ്വീപ സമൂഹം. 2012-13 കാലയളവിൽ 150 ദിവസം കൊണ്ട് സമുദ്രമാർഗം ഭൂമിയെ ചുറ്റി വന്ന മലയാളിയാര്? കമാൻഡർ അഭിലാഷ് ടോമി. 2012-13 കാലയളവിൽ 150 ദിവസം കൊണ്ട് സമുദ്രമാർഗം ഭൂമിയെ ചുറ്റി വന്ന മലയാളിയാര്? കമാൻഡർ അഭിലാഷ് ടോമി. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്ര? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്ര? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7. ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7. ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് ഏത് രാജ്യത്താണ്? നേപ്പാൾ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് ഏത് രാജ്യത്താണ്? നേപ്പാൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ ഉത്ഭവസ്ഥാനം ഏത്? ഹിമാലയം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ ഉത്ഭവസ്ഥാനം ഏത്? ഹിമാലയം. ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. മരുഭൂമി കൂടുതലുള്ള സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. മരുഭൂമി കൂടുതലുള്ള സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ പ്രധാന വിളകൾ ഏതെല്ലാം? ജോവർ, ബജ്ര. രാജസ്ഥാനിലെ പ്രധാന വിളകൾ ഏതെല്ലാം? ജോവർ, ബജ്ര. രാജസ്ഥാനിലെ ഉഷ്ണമരുഭൂമിയുടെ പേരെന്ത്? താർ മരുഭൂമി. രാജസ്ഥാനിലെ ഉഷ്ണമരുഭൂമിയുടെ പേരെന്ത്? താർ മരുഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പ്രധാന പീഠഭൂമി ഏത്? ഡക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പ്രധാന പീഠഭൂമി ഏത്? ഡക്കാൻ പീഠഭൂമി. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ ഏത് പ്രദേശത്തിൻ്റെ ഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമി. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ ഏത് പ്രദേശത്തിൻ്റെ ഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏത്? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏത്? ആനമുടി. ഇന്ത്യയുടെ കടൽ തീരത്തിൻ്റെ ഏകദേശ ദൈർഘ്യം എത്ര? 6100 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽ തീരത്തിൻ്റെ ഏകദേശ ദൈർഘ്യം എത്ര? 6100 കിലോമീറ്റർ.
ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ഏത് ചെറു സമുദ്രജീവികളുടെ കാൽസ്യസ്രവം അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്? കോറൽ പോളിപ്പുകൾ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ഏത് ചെറിയ സമുദ്രജീവികളുടെ കാൽസ്യസ്രവം അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്? കോറൽ പോളിപ്പുകൾ. നിബിഡവനങ്ങൾ നിറഞ്ഞ ഇന്ത്യയിലെ ദ്വീപസമൂഹമേത്? ആൻഡമാൻ നിക്കോബാർ. നിബിഡവനങ്ങൾ നിറഞ്ഞ ഇന്ത്യയിലെ ദ്വീപസമൂഹമേത്? ആൻഡമാൻ നിക്കോബാർ. വാരണാസി ഏത് നദിയുടെ തീരത്താണ്? ഗംഗ. വാരണാസി ഏത് നദിയുടെ തീരത്താണ്? ഗംഗ. ഏറ്റവും ഫലപുഷ്ടമായ മണ്ണേത്? എക്കൽ മണ്ണ്. ഏറ്റവും ഫലപുഷ്ടമായ മണ്ണേത്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഉഷ്ണകാലാവസ്ഥ അനുഭവപ്പെടുന്ന കാലയളവേത്? മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയിൽ ഉഷ്ണകാലാവസ്ഥ അനുഭവപ്പെടുന്ന കാലയളവേത്? മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയിൽ ശൈത്യം അനുഭവപ്പെടുന്ന കാലയളവേത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ശൈത്യം അനുഭവപ്പെടുന്ന കാലയളവേത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ശൈത്യകാലത്തെ മഴ ഏത് വിളയ്ക്കാണ് അനുയോജ്യം? ഗോതമ്പിന്. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമേത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമേത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. വടക്കുകിഴക്കൻ മൺസൂൺ കാലമേത്? ഒക്ടോബർ നവംബർ. വടക്കുകിഴക്കൻ മൺസൂൺ കാലമേത്? ഒക്ടോബർ നവംബർ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? വടക്കുകിഴക്കൻ മൺസൂൺ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? വടക്കുകിഴക്കൻ മൺസൂൺ. വാർഷിക വർഷപാതം ഏറ്റവും കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന വനവിഭാഗമേത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. വാർഷിക വർഷപാതം ഏറ്റവും കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന വനവിഭാഗമേത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. കാലികമായി മാത്രം മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനമേത്? ഇലപൊഴിയും കാടുകൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനമേത്? ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിൽ കൂടുതലായി കാണപ്പെടുന്ന വനമേത്? ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിൽ കൂടുതലായി കാണപ്പെടുന്ന വനമേത്? ഇലപൊഴിയും കാടുകൾ. മഴ തീരെ കുറവായ രാജസ്ഥാൻ മരുഭൂമി, ഉപദ്വീപിൻ്റെ മധ്യഭാഗം എന്നിവിടങ്ങളിലെ സസ്യജാലമേത്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും. മഴ തീരെ കുറവായ രാജസ്ഥാൻ മരുഭൂമി, ഉപദ്വീപിൻ്റെ മധ്യഭാഗം എന്നിവിടങ്ങളിലെ സസ്യജാലമേത്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളേത്? കണ്ടൽക്കാടുകൾ. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളേത്? കണ്ടൽക്കാടുകൾ. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിൽ ചെറുക്കുന്ന സസ്യജാലമേത്? കണ്ടൽക്കാടുകൾ. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിൽ ചെറുക്കുന്ന സസ്യജാലമേത്? കണ്ടൽക്കാടുകൾ. സ്തൂപിക വൃക്ഷങ്ങളും പായൽവർഗ സസ്യങ്ങളും പ്രധാനമായും കാണപ്പെടുന്നത് എവിടെ? പർവ്വതവനങ്ങളിൽ. സ്തൂപിക വൃക്ഷങ്ങളും പായൽവർഗ സസ്യങ്ങളും പ്രധാനമായും കാണപ്പെടുന്നത് എവിടെ? പർവ്വതവനങ്ങളിൽ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി ഏത്? സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി ഏത്? സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ഏത്? നർമ്മദ. നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ഏത്? നർമ്മദ. വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപീയ നദി ഏത്?
ഗോദാവരി. വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപീയ നദിയേത്? ഗോദാവരി. ഗംഗാ നദിയുടെ ഇടതുപാർശ്വത്തുള്ള പ്രധാന പോഷക നദികൾ ഏതെല്ലാം? ഗോമതി, രാംഗംഗ, ഗണ്ഡകി, കോസി. ഗംഗാ നദിയുടെ ഇടതുപാർശ്വത്തുള്ള പ്രധാന പോഷക നദികളേവ? ഗോമതി, രാംഗംഗ, ഗണ്ഡകി, കോസി. ഗംഗാ നദിയുടെ വലതുപാർശ്വത്തുള്ള പ്രധാന പോഷക നദികളേവ? യമുന, സോൺ, ബേദ, ചമ്പൽ, കെൻ. ഗംഗാ നദിയുടെ വലതുപാർശ്വത്തുള്ള പ്രധാന പോഷക നദികൾ ഏതെല്ലാം? യമുന, സോൺ, ബേദ, ചമ്പൽ, കെൻ. യമുന നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ടോൺസ്. യമുന നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ടോൺസ്. ഹിമാലയൻ നദികളിൽ അല്ലാത്ത ഗംഗയുടെ പ്രധാന പോഷക നദികളേവ? ചമ്പൽ, ബേദ. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം? ദിബാംഗ്, ലോഹിത്, മാനസ്, സുബാൻസിരി, ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം? ദിബാംഗ്, ലോഹിത്, മാനസ്, സുബാൻസിരി, ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദി ഏത്? ലോഹിത്. ബ്രഹ്മപുത്രയുടെ അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദി ഏത്? ലോഹിത്. ബ്രഹ്മപുത്രയുടെ ഏത് പോഷക നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്? ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ ഏത് പോഷക നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്? ടീസ്റ്റ. ഏറ്റവും വേഗത്തിലൊഴുകുന്ന ഇന്ത്യൻ നദിയേത്? ടീസ്റ്റ. ഏറ്റവും വേഗത്തിലൊഴുകുന്ന ഇന്ത്യൻ നദിയേത്? ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബാൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബാൻസിരി. പൊങ്കൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? തമിഴ്നാട്. പൊങ്കൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? തമിഴ്നാട്. ബിഹു ഏത് സംസ്ഥാനത്തെ പ്രധാന ഉത്സവമാണ്? ആസം. ബിഹു ഏത് സംസ്ഥാനത്തെ പ്രധാന ഉത്സവമാണ്? ആസം. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി രൂപമെടുത്ത സംസ്ഥാനമേത്? തെലങ്കാന. 2014 ജൂണിൽ. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി രൂപമെടുത്ത സംസ്ഥാനമേത്? തെലങ്കാന. 2014 ജൂണിൽ. ഗോപിനാഥ് ബർദോളി അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗുവാഹട്ടി. ഗോപിനാഥ് ബർദോളി അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗുവാഹട്ടി. ലോക് നായക് ജയപ്രകാശ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലെ പട്നയിൽ. ലോക് നായക് ജയപ്രകാശ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലെ പട്നയിൽ. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ വിമാനത്താവളം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്വാമി വിവേകാനന്ദ വിമാനത്താവളം. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ വിമാനത്താവളം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്വാമി വിവേകാനന്ദ വിമാനത്താവളം. മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരമെത്ര? 8848 മീറ്റർ. മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരമെത്ര? 8848 മീറ്റർ. ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശം നീളമെത്ര? 2400 കിലോമീറ്റർ. ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശ നീളമെത്ര? 2400 കിലോമീറ്റർ. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദിയേത്? ബ്രഹ്മപുത്ര. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദിയേത്? ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏതു പേരിൽ അറിയപ്പെടുന്നു? ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏതു പേരിൽ അറിയപ്പെടുന്നു? ജമുന. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നുത്ഭവിക്കുന്ന പ്രമുഖ നദിയേത്? സിന്ധു. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നുത്ഭവിക്കുന്ന പ്രമുഖ നദിയേത്? സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും
വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമേത്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമേത്? ഉപദ്വീപീയ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനമേത്? കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. ഡക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനമേത്? കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമേത്? ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമേത്? ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ ഏകദേശം നീളം എത്ര? 6100 കിലോമീറ്റർ. ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ ഏകദേശം നീളം എത്ര? 6100 കിലോമീറ്റർ. അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലമേത്? പടിഞ്ഞാറൻ തീരസമതലം. അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലമേത്? പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമേത്? പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമേത്? പടിഞ്ഞാറൻ തീരസമതലം. ലക്ഷദ്വീപ സമൂഹത്തിൽ എത്ര ദ്വീപുകളാണുള്ളത്? 36 ദ്വീപുകൾ. ലക്ഷദ്വീപ സമൂഹത്തിൽ എത്ര ദ്വീപുകളാണുള്ളത്? 36 ദ്വീപുകൾ. ജനവാസമുള്ള എത്ര ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്? 11 ദ്വീപുകൾ. ജനവാസമുള്ള എത്ര ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്? 11 ദ്വീപുകൾ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമേത്? കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമേത്? കവരത്തി. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ഏതെല്ലാം? ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദ്വീപ്, ചെയിലാത്ത്, ബിത്ര, കിൽത്താൻ. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ഏതെല്ലാം? ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദ്വീപ്, ചെയിലാത്ത്, ബിത്ര, കിൽത്താൻ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? കോസി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? കോസി. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം? ഉദയ്പൂർ. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം? ഉദയ്പൂർ. ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം? ലോണാർ തടാകം. ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം? ലോണാർ തടാകം. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.